മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലർ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകി സീറോ മലബാർ സഭ. സീറോ മലബാർ സഭ പി.ആർ.ഒ ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി.സി. പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രസ്താവനയിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പോടുകൂടി 5/2024 എന്ന നമ്പറിൽ 2024 ജൂൺ 15 എന്ന തീയതി വെച്ചുകൊണ്ട് ഒരു സർക്കുലർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ജൂലൈ 3 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് സർക്കുലറിന്റെ ഉള്ളടക്കം. ഇത്തരമൊരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയിട്ടില്ല. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി സംയുക്തമായി 2024 ജൂൺ 9 എന്ന തീയതി വെച്ചുകൊണ്ട് ഒരു സർക്കുലർ നൽകിയിരുന്നു. 2024 ജൂലൈ 3 തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം അറിയിച്ചുകൊണ്ടാണ് പ്രസ്തുത സർക്കുലർ നൽകിയത്. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനായി നിക്ഷിപ്ത താൽപര്യക്കാർ ഉണ്ടാക്കിയതാണ് 5/2024 ഡേറ്റഡ് 15 ജൂൺ 2024 എന്ന വ്യാജ സർക്കുലർ എന്ന് വ്യക്തം. 2024 ജൂൺ 9 തീയതി നൽകപ്പെട്ടത് ഔദ്യോഗിക സർക്കുലർ ആണെന്നും 15 തീയതി എന്ന് മുൻകൂട്ടി തീയതി വെച്ച് പ്രചരിക്കപ്പെടുന്നത് വ്യാജ സർക്കുലറാണെന്നും ഇതിനാൽ അറിയിക്കുന്നു. ഇക്കാര്യത്തിൽ വിശ്വാസി സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വ്യാജ സർക്കുലർ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.